കളങ്കാവൽ നല്ല സിനിമകൾ നമ്മൾ ഇറങ്ങിയാൽ ഇപ്പൊ ഞാൻ തുടരും ഇറങ്ങിയപ്പോൾ ഞാൻ ഗംഭീരമായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പ്രത്യേകിച്ച് കാണുമ്പോൾ. കളങ്കാവൽ എനിക്ക് അസാധാരണമായിട്ട് ഇഷ്ടപ്പെട്ടു. കൈയടിക്കടാ മക്കളെ എന്ന് പറഞ്ഞാൽ കൈയടിക്കടാ എന്ന് പറയുമ്പം അതുപോലെ അല്ലേ, കമ്മട്ടിപ്പാടത്തിനകത്ത് പറയുന്ന സാധനമാണ് കൈയടിക്കടാ മക്കളെ. അത് കൈയടിക്കാനുള്ളതുണ്ട്. ഇന്നത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ പെട്ടെന്നൊന്ന് കയറിപ്പോകാം. പ്രധാനമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ലതാണ് ഈ സിനിമയിൽ. കൊച്ചു സിനിമയല്ലേ, നല്ലതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എന്നാലും പെട്ടെന്നൊന്ന് കയറി പോകുമ്പോൾ ഇങ്ങേയറ്റത്തും നമുക്ക് തുടങ്ങാം. ഇങ്ങേയറ്റവും അങ്ങേയറ്റവും എന്ന് പറഞ്ഞാൽ റാങ്ക് വൈസ് ഒന്നും അല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ്. സൗണ്ട് മിക്സർ രാജാകൃഷ്ണൻ. നിങ്ങൾ ഈ പേര് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, കുറെ പേര് കേട്ടിട്ടില്ലായിരിക്കും. നമ്മുടെ സാക്ഷാൽ MG രാധാകൃഷ്ണന്റെ മകൻ. MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതുല്യ പ്രതിഭയാണ്. മലയാളം കണ്ട എക്കാലത്തെ മികച്ച സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ മകനാണ് രാധാകൃഷ്ണൻ. ഇദ്ദേഹം ഇപ്പോഴത്തെ ഇന്ത്യയിലെ ടോപ്പ് സൗണ്ട് മിക്സർ ആണ്. ഗംഭീര സിനിമകളാണ് ഇദ്ദേഹം ചെയ്തേക്കുന്നത്. ഇപ്പം ലോക ചെയ്യുന്നുണ്ടെങ്കിൽ പുഷ്പ ചെയ്തു, കാന്താര ചെയ്തു, ഹിന്ദിയിൽ ആനിമൽ ചെയ്തു, ഇപ്പം കളങ്കാവൽ ചെയ്തു. അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ. എനിക്കൊന്ന് ഏറ്റവും താരമൂല്യമുള്ള സൗണ്ട് മിക്സർ. കാന്താരയിലേക്ക് പ്രത്യേകം സൗണ്ട് മിക്സിനൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസറും ഋഷഭ് ഷെട്ടിയൊക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തതാണ്. ഗംഭീര വർക്കാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഭാഷകളിൽ ഒരേ സമയം ഗംഭീര വർക്കുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ സൗണ്ട് മിക്സിങ്. ആയിത്ത കൈഡി അദ്ദേഹത്തിന് തന്നെ വരട്ടെ. 2 മുജീബ് മജീദ്. ഒരു പയ്യൻസാണ്. ഈ പയ്യൻസ് എക്കോയും കിഷ്കിന്ത കണ്ടോ? ഇത് രണ്ടെണ്ണം നിങ്ങൾ എടുത്തു നോക്കിയോ. എക്കോയും കിഷ്കിന്ത കണ്ടോ കണ്ടവർക്കറിയാം. ആ സിനിമയിൽ നല്ല ഡ്രം മ്യൂസിക് വെച്ചു അനത്തിയുള്ള ഗംഭീര സാധനങ്ങളൊന്നുമല്ല. ആ സിനിമയായിട്ട് അലിഞ്ഞു ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കുമാണ് അതിന് കൊടുത്തേക്കുന്നത്. ഇത് തന്നെയാണ് കളങ്കാവലിന് കൊടുത്തേക്കുന്നത്. എന്താണോ അത് ഡിമാൻഡ് ചെയ്യുന്നത് അതിന് പറ്റിയ പക്കാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഇതിനകത്ത് പ്രത്യേകിച്ച് കളങ്കാവലിനകത്തൊരു തമിഴ് സോങ്, അത് കണ്ടവർക്കറിയാം, രോമാഞ്ചിഫിക്കേഷൻ ആണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ. ഇത് സ്പോയിലറൊന്നുമല്ല. അത് കേൾക്കുമ്പോഴേ കയ്യടിക്കണം എന്നുണ്ടെങ്കിൽ അത് മുജീബ് മജീദിനുള്ള കയ്യടിയാണ്. നിറഞ്ഞ കയ്യടി മുജീബ് മജീദിന്. പിന്നെ കപ്പിത്താൻ ഉറപ്പായിട്ടും അത് ജിതിനാണ്. നമ്മുടെ കുറിപ്പ് റൈറ്റ് ചെയ്ത, കുറിപ്പിന്റെ റൈറ്ററാണ്, എഴുത്തുകാരനാണ്. പക്ഷെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടമാണെന്ന് ഓർക്കണം കളങ്കാവൽ. അന്നേരം അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. അത് മമ്മൂട്ടി ചിത്രം, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നു. അന്നേരം കളങ്കാവലിനെ കാവലാക്കിയത് കാവലാളെന്ന് പറയാൻ ഉറപ്പായിട്ടും കപ്പിത്താൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റും ശരിക്കും നോക്കി എല്ലാം കൃത്യമായിട്ട് ചെയ്ത മികച്ച സംവിധായകൻ എന്ന ഭാവിയിൽ ഉറപ്പിച്ചു പറയാം. ജിതിൻ ഭാവി വാഗ്ദാനം 100% നിറഞ്ഞ കയ്യടി. അടുത്തത് താരങ്ങളെല്ലാം സമ്പുഷ്ടമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ വിനായകനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. ഒരു കമ്മട്ടിപ്പാടോ ജയിലറോ ഒക്കെ 1-2 പടങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ. ആടിനകത്ത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ. വിനായകൻ എങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് സോഷ്യൽ മീഡിയയിൽ നോക്കണ്ട. പക്ഷെ മമ്മൂട്ടി പറഞ്ഞ പോലെ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അതിൻ്റെ മാക്സിമം ലെവൽ ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു ഡിസിപ്ലിൻ ആക്ടറാണ്. ആക്ടർ വൈസ് ഗംഭീരമാണ്. ഇതിനകത്തും ഒരു രക്ഷയില്ലാത്ത കഥാപാത്രമാണ്. ലൗഡല്ല, വളരെ സട്ടിലായിട്ടുള്ള അഭിനയം. ഇങ്ങനെ വിനായകനെ അഭിനയിച്ച് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. നല്ല അടിച്ചു പൊളിച്ചു പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഇളകിയാടുന്ന അഭിനയത്തിൽ നിന്നും വളരെ സട്ടിലായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച വിനായകൻ നായകൻ തന്നെയാണ് ഇതിനകത്തെ കയ്യടി. പിന്നെ മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി ഏതൊരു നിർമ്മാതാവും നിർമ്മിക്കത്തില്ല എന്ന് ഉറപ്പിച്ച പരീക്ഷണ ചിത്രങ്ങൾ, കൊച്ചു ചിത്രങ്ങൾ എടുത്ത് ഗംഭീരമാക്കുന്ന ചോയ്സിലൂടെയും മമ്മൂട്ടി എന്ന നടൻ അതുല്യ നടനായിട്ട് മാറുന്നു. ഇദ്ദേഹം ഒരുപക്ഷെ ലോക സിനിമ ഇപ്പം മലയാള സിനിമയ്ക്ക് മുമ്പിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം 100 കോടി 200 കോടി 300 കോടി ഒന്നും അല്ല ബാക്കിയുള്ള ഭാഷയിൽ സംസാരിക്കുന്നത്. മമ്മൂട്ടി എന്തിങ്ങനെ കാതൽ ചെയ്തു, മമ്മൂട്ടി എങ്ങനെ ഭ്രമയുഗം ചെയ്തു, മമ്മൂട്ടി എങ്ങനെ നൻപകൽ നേരത്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാൻ ഇന്ത്യയിലെല്ലാം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അടങ്ങാത്ത ആർത്തി അത് തന്നെയാണ്. അദ്ദേഹത്തിന് അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയോടുള്ള അടങ്ങാത്ത ആർത്തി തന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ കളങ്കാവിലെത്തിച്ച്. ഇനിയും പ്രതീക്ഷിക്കാം. അതിന് ആയുസ്സാരോഗ്യം കൊടുക്കേണ്ട ദൈവം. ഇഷ്ടം പോലെ ഗംഭീര ചിത്രങ്ങൾ നമുക്ക് കോടിക്കണക്കിനൊന്നും വരെ വേണ്ട. എക്കാലത്തും മലയാള സിനിമയിൽ ഓർത്തു വെക്കാൻ, ലോക സിനിമയ്ക്ക് വേണ്ടി ഓർത്തു വെക്കാൻ പറ്റുന്ന ഗംഭീര ചിത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൊണ്ട് മാത്രമാണ് ഈ സിനിമ നടന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ക്രൂവിനും നിറഞ്ഞ കയ്യടി.